അങ്ങ് യഹൂദ വംശത്തിന്റെ രക്ഷയ്ക്കായി ഈ കാര്യത്തിൽ ഇടപെടണമെന്നാണ് മർദ്ദക്കായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഈ അവസ്ഥയിൽ എന്താണ് ചെയ്യുക ഹദ്ദാദ്? രാജകൊട്ടാരത്തിലല്ലായിരുന്നുവെങ്കിൽ ഞാനും ചാക്കുടുത്ത് ലഭിക്കുമായിരുന്നു. പക്ഷേ മർദ്ദക്കായി അങ്ങയോട് പറയാൻ കൽപ്പിച്ചിരിക്കുന്നത് എന്തെന്നാൽ അങ്ങ് രാജകൊട്ടാരത്തിൽ സുരക്ഷിതയാണെന്ന് കരുതേണ്ടതും ഇതുപോലൊരു സമയത്ത് അങ്ങ് മൗനം പാലിച്ചാൽ അങ്ങയുടെ പിതൃവംശം നശിച്ചു പോകുമെന്നുമാണ്. നീ പോയി മൊർദെഖായിയോട് സൂസായിലുള്ള സകല യഹൂദരെയും ഒരുമിച്ച് കൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കാൻ ആവശ്യപ്പെടുക. 3 ദിവസം രാത്രിയും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത്. ഞാനും എൻ്റെ തോഴിമാരും അവരെ പോലെ തന്നെ ഉപവസിക്കും. പിന്നെ നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജാവിൻ്റെ അടുത്ത് പോകും. കൽപ്പന പോലെ. അങ്ങ് എന്താണ് ഈ പറയുന്നത്? രാജാവ് വിളിക്കാതെ രാജാവുടത്തിൽ പ്രവേശിച്ചാലുള്ള ശിക്ഷ അവിടുത്തെ കൽപ്പന തന്നെ. രാജാവ് തന്റെ സ്വർണ്ണ ചെങ്കോൽ നീട്ടുന്നില്ലെങ്കിൽ അത് ആണായാലും പെണ്ണായാലും വധിക്കപ്പെടണമെന്നല്ലേ നിയമം? എനിക്കറിയാം ഭാന. കഴിഞ്ഞ 30 ദിവസത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം എന്നെ അവിടേക്ക് വിളിപ്പിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ ജനത്തിനായി ഞാൻ അദ്ദേഹത്തെ കാണുക തന്നെ ചെയ്യും. പക്ഷേ മഹാറാണി, അങ്ങ് യഹൂദ വംശജയാണെന്ന് രാജാവ് അറിയുന്നില്ലല്ലോ. അതറിയുമ്പോൾ അദ്ദേഹം കോപിക്കില്ലേ? എൻ്റെ പിതൃ സഹോദരനായ മൊർദെഖായിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഞാൻ ഈ കാര്യം അവിടുത്തെ അറിയിക്കാതിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ എല്ലാം തുറന്നു പറയാൻ സമയമായിരിക്കുന്നു. അദ്ദേഹം എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. എനിക്കിത് സഹിക്കാനാവുന്നില്ല. എൻ്റെ കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ്. അബ്രഹാമിന്റെ ദൈവമേ, എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ അങ്ങിലല്ലാതെ ഈ ദാസിക്ക് ആനന്ദമില്ലായിരുന്നു. എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ, ആശയറ്റവരുടെ ശബ്ദം കേൾക്കണമേ. തിന്മ ചെയ്യുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്നെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. ഇതാ പ്രഭു, അങ്ങയുടെ ദാസി. എന്റെ അവിവേകം അങ്ങ് പൊറുക്കണം. നിനക്ക് എന്താണ് വേണ്ടത്? എന്താണ് നീ നമ്മോട് അപേക്ഷിക്കുന്നത്? നിനക്ക് നമ്മുടെ രാജ്യത്തിന്റെ പകുതി വേണമോ? നീ എന്ത് ചോദിച്ചാലും നാം അത് നൽകിയിരിക്കും. പ്രഭു, അവിടുത്തെയും ഹാമാനെയും ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്കായി ഒരുക്കുന്ന വിരുന്ന് സൽക്കാരത്തിലേക്ക് ക്ഷണിക്കുവാനാണ് ഞാൻ വന്നത്. എൻ്റെ അപേക്ഷ അതിനുശേഷം ഞാനിനെ അറിയിച്ചു കൊള്ളാം.
അത് വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ. ആരെവിടെ? അടിയൻ. ഹാമാനോട് ഉടനടി ഇങ്ങോട്ട് വരുവാൻ പറയും. കൽപ്പന പോലെ. എസ്തേർ, നിന്റെ അപേക്ഷ അത് എന്ത് തന്നെയായാലും ഞാനത് നടത്തുന്നു. നമ്മുടെ പ്രിയപത്നിയുടെ അപേക്ഷ നമുക്കൊരിക്കലും തള്ളിക്കളയാനാവില്ല. മഹാരാജൻ, അങ്ങയുടെ ഈ ദാസി എന്നും അവിടുത്തെ സന്മനസ്സിന് നന്ദിയുള്ളവളായിരിക്കും. വന്ദനം മഹാരാജൻ. വരണം ഹാമാൻ, സുഖം തന്നെയല്ലേ? അവിടെ നിന്ന് എന്തിനാണ് ഉടനടി വരണമെന്ന് കൽപ്പിച്ചത്? അനർത്ഥം വല്ലതും? ഹേ, വളരെ സന്തോഷമുള്ള ഒരു കാര്യത്തിനാണ് ഹാമാനെ വിളിപ്പിച്ചത്. എസ്തേർ രാജ്ഞി ഇന്ന് വൈകുന്നേരം നമ്മെ രണ്ടുപേരെയും ഒരു പ്രത്യേക വിരുന്നിന് ക്ഷണിച്ചിരിക്കുകയാണ്. അതെ ഹാമാൻ, ഇന്ന് വൈകുന്നേരം അങ്ങ് രാജാവിനോടൊപ്പം ഞാൻ നടത്തുന്ന വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കണം. തീർച്ചയായും. രാജ്ഞി എന്നെ ക്ഷണിച്ചതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. അപ്പോൾ നമുക്ക് വൈകുന്നേരം കാണാം ഹാമാൻ. ശരി മഹാറാണി. ഈ ഹാമാൻ ആരാണെന്നാണ് ആ യഹൂദ പരീക്ഷകൾ ധരിച്ചു വച്ചിരിക്കുന്നത്? ഇന്നിതാ രണ്ടാം പ്രാവശ്യമാണ് എസ്തേർ രാജ്ഞി എന്നെ രാജാവിനോടൊപ്പം വിരുന്നിന് ക്ഷണിച്ചിരിക്കുന്നത്. അതിനർത്ഥം ഞാൻ എല്ലാ രാജാക്കന്മാരോടൊപ്പം ബഹുമാനിക്കപ്പെട്ടവനാണെന്നാണ്. മൊർദെഖായി, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ നിരക്കായി തീർത്ത കഴുമരത്തിൽ കിടന്ന് നീ തൂങ്ങിയാൽ ഞാൻ എന്താവശ്യപ്പെട്ടാലും രാജാവ് നടത്തിത്തരും. അത്രയ്ക്കും രാജാവിന് വേണ്ടപ്പെട്ടവനാണ് ഈ ഹാമാൻ.
എസ്തർ, ഇനിയെങ്കിലും നിന്റെ അപേക്ഷ എന്താണെന്ന് നീ നമ്മോട് പറയൂ. നമുക്കത് നടത്തി തരുവാൻ തിടുക്കമായി. മഹാരാജാവേ, അങ്ങയിൽ സംപ്രീതനാണെങ്കിൽ എന്റെ ജീവൻ രക്ഷിക്കണമെന്നതാണ് എന്റെ അപേക്ഷ. എന്റെ ജനത്തെ രക്ഷിക്കണമെന്നതാണ് എന്റെ ആവശ്യം. എസ്തർ, നീ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതെ പ്രഭു, ഞാൻ ഉൾപ്പെടുന്ന യഹൂദവംശത്തെ മുഴുവനും നശിപ്പിക്കുവാനായി കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഞാനും എന്റെ ജനവും ഞങ്ങൾ വിൽക്കപ്പെട്ടവരാണ്. എന്നാൽ അടിമകളായാണ് ഞങ്ങൾ വിൽക്കപ്പെട്ടിരുന്നതെങ്കിൽ ഞാൻ അങ്ങയുടെ സമാധാനം കളയുകയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പരിപൂർണമായി നശിപ്പിക്കപ്പെടുവാൻ വേണ്ടി വിൽക്കപ്പെട്ടവരായിരിക്കുന്നു. എന്ത്? എസ്തർ, നീ യഹൂദവംശത്തിൽപ്പെട്ടവളാണോ? അതെ മഹാരാജൻ. എന്നാൽ ഞങ്ങളുടെ വംശത്തിന്റെ നാശം അത് അങ്ങേക്ക് ദോഷകരമായി ഭവിക്കാതിരിക്കാനാണ് ഞാനിതിൽ ഇടപെടുന്നത്. ആരാണ് നിങ്ങളുടെ വംശത്തെ നശിപ്പിക്കാൻ കൽപ്പിച്ചത്? നീചനും ദുഷ്ടനും വഞ്ചകനുമായ ഈ ഹാമാൻ തന്നെ. എന്ത്? ഹാമാൻ? നിനക്കെങ്ങനെ ഈ ദുഷ്ടതരം ചെയ്യാൻ മനസ്സ് വന്നു ഹാമാൻ? നിന്നെ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ച് നമുക്ക് തെറ്റുപറ്റി. ഹോ, എന്തൊരു കഷ്ടമാണ് സംഭവിച്ചത്. എന്റെ മനസ്സമാധാനം നശിച്ചു. ഞാൻ ഉദ്യാനത്തിലേക്ക് പോവുകയാണ്. എസ്തേരാ, ഞാൻ അവിടത്തോട് യാചിക്കുകയാണ്. ഈ ഹാമാനും അവിടുന്ന് പൊറുക്കണം. അങ്ങയുടെ വംശമാകണമെന്ന് ഈ പാപിക്കറിയില്ലായിരുന്നു. മൊർദെഖായിയോടുള്ള ദേഷ്യത്തിന് ഒരു വംശത്തെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യാൻ കൽപ്പിച്ച ദുഷ്ട, നിനക്ക് മാപ്പില്ല. അങ്ങനെ പറയരുതായിരുന്നു. ഈ പാപിയോട് അങ്ങ് പൊറുക്കണം. എന്താണ് ഹാമാനിത? മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? രാജദ്രോഹി, നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മുടെ പ്രിയവജ്ഞയെ കയ്യിൽ പിടിക്കുന്നു. നമ്മുടെ സൽപ്പേര് മുഴുവൻ നശിപ്പിച്ചിട്ടും നിനക്ക് തൃപ്തിയായില്ലേ? ആരുടെ ഈ രാജദ്രോഹിയെ ഉടൻ കടുവിലേക്കും. രാജ്ഞി, സമാധാനമായിരിക്കും. ഇപ്പോഴെങ്കിലും നാം ഇതറിഞ്ഞുവല്ലോ. ഒരു കാര്യം കൂടി അങ്ങേ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രഭു. പറയൂ രാജ്ഞി, എന്താണത്? സത്യത്തിൽ എന്റെ പിതൃ സഹോദരനും എനിക്ക് പിതാവിന് തുല്യനുമായ മൊർദെഖായിയോടുള്ള ശത്രുത മൂലമാണ് ഹാമാൻ ഞങ്ങളുടെ വംശത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ തുനിഞ്ഞത്. ആരാണ് ഈ മൊർദെഖായി? ആ പേര് നാം എവിടെയോ കേട്ടു വന്നതുപോലെ. അങ്ങയെ വധിക്കാനായി അങ്ങയുടെ സേവകർ ഗൂഢാലോചന നടത്തിയ വിവരം അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. ആ വിവരം എന്നെ ധരിപ്പിച്ചത് മൊർദെഖായിയാണ്. എന്ത്? അങ്ങനെയോ? എന്നിട്ട് മൊർദെഖായിക്ക് എന്ത് പാരിതോഷികമാണ് നൽകിയത്? പാരിതോഷികമൊന്നും ആ പാവത്തിന് ലഭിച്ചില്ല. പകരം ഹാമാൻ അദ്ദേഹത്തെ കഴിവിലേക്കാനാണ് ശ്രമിച്ചത്. ഹോ, എന്തൊരു അന്യായമാണ്! ഉടൻ തന്നെ ആളയച്ച് മൊർദെഖായിയെ ഇങ്ങോട്ട് വിളിപ്പിക്കും. ഉത്തരവ് പോലെ. എങ്കിലും എന്റെ പ്രിയതനെ, ഈ കാര്യം നീ എന്നെ അറിയിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ത് വലിയ പാപമായിരിക്കും ഞാൻ മൊർദെഖായിയോടും അവന്റെ ജനത്തോടും ചെയ്തിട്ടുണ്ടാവുക. ഞങ്ങൾ യഹൂദരല്ല, ഞങ്ങളുടെ ദൈവമായ കർത്താവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നു. സകല ആപത്തുകളിൽ നിന്നും അവിടെ നിന്നാണ് ഞങ്ങളുടെ ജനത്തെ സംരക്ഷിക്കുന്നത്. അവിടുത്തെ അനന്തമായ ദയാവായ്പിനെ കുറിച്ച് വിശദീകരിക്കാൻ എനിക്ക് വാക്കുകളില്ല പ്രഭു. മഹാരാജാവ് നീണാൾ വരട്ടെ. ഹോ, മൊർദെഖായി,
കൈവശം വരുന്നിരുന്ന എന്റെ മുദ്രമോതിരം ഞാൻ താങ്കളെ ഏൽപ്പിക്കുന്നു. മഹാരാജൻ, അങ്ങേക്ക് എന്നോട് പ്രീതിയുണ്ടെങ്കിൽ, ശരിയെന്ന് തോന്നുന്നുവെങ്കിൽ, സകല പ്രവിശ്യകളിലുമുള്ള യഹൂദരെ വധിക്കുന്നതിനായി ഹാമാൻ ഉണ്ടാക്കിയ എഴുത്തുകൾ പിൻവലിക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ചാലും. ഇതാ ഹാമാന്റെ ഭവനം ഞാൻ എസ്തേറിന് വിട്ടുകൊടുത്തിരിക്കുന്നു. യഹൂദരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ രാജാവിന്റെ നാമത്തിൽ എഴുതുകയും രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്ര വയ്ക്കുകയും ചെയ്യുക. ഈ കാര്യം ഞാൻ പരിപൂർണമായും നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. എസ്തേർ, എത്രയോ വലിയ കാര്യമാണ് നീ നമ്മുടെ ജനത്തിനായി ചെയ്തത്. തീർച്ചയായും സൈന്യങ്ങളുടെ കർത്താവായ നമ്മുടെ ദൈവം നിന്നിൽ സംപ്രീതനായിട്ടുണ്ട്. അങ്ങനെയല്ല മൊർദെഖായി, ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ദൈവം എന്നെ ഈ രാജ്യത്തിന്റെ റാണിയാക്കിയത്. അവിടുത്തെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് എന്റെ മഹാഭാഗ്യം. എസ്തർ രാജ്ഞി, ഒരു സന്തോഷ വാർത്ത അറിയിക്കുവാനാണ് ഞാൻ വന്നത്. ഞാൻ അങ്ങയുടെ ദൈവമായ കർത്താവിനെ എന്റേതായി സ്വീകരിച്ചു. എന്ത്? നീ കർത്താവിനെ സ്വീകരിച്ചുവെന്നോ? പക്ഷേ എന്തുകൊണ്ട്? ഒരിക്കലും ഒരു രാജ്ഞിക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എസ്തർ രാജ്ഞി അങ്ങ് ചെയ്തത്.